നമസ്കാരം. മഹാഗുരു ശരണം. സർ, എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് സ്ത്രീകൾക്ക് പൊതുവെ ആർത്തവ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാമോ എന്നുള്ളത്. ഞാനൊരു ഇത് കേട്ടിട്ടുണ്ട്. ആർത്തവ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനം ചെയ്യുമ്പോൾ, VMC മെഡിറ്റേഷനിലാണ് അത് കേട്ടിരിക്കുന്നത്, സീമാജിയുടെ. ആർത്തവ സമയത്താണ് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കേണ്ടതെന്നും മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്നും എനർജി പ്രവാഹം അത്രത്തോളം നമ്മളിലേക്ക് പ്രവേശിക്കും എന്നുള്ളതൊക്കെ ആ മാതാജി തന്ന ഗൈഡൻസ് ആണ്. എന്താണ് സാർ, ഇത് സത്യം തന്നെയാണ്? തീർച്ചയായിട്ടും അത് വളരെ കറക്റ്റാണ്. ഇതിൽ തന്നെ ആ ബാക്കി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയാം, എനിക്കൊരു ശരീരമുണ്ട്, പുരുഷൻ്റെ ശരീരമുണ്ട്, ഗായത്രിക്ക് ഒരു ശരീരമുണ്ട്, സ്ത്രീയുടെ ശരീരമുണ്ട്. ഇതിലൊറ്റ വ്യത്യാസം എന്ന് വെച്ചാൽ ആർത്തവം എന്ന് പറയുന്ന പ്രക്രിയ സ്ത്രീകളിൽ നടക്കുന്നു. ഇപ്പോൾ സ്ത്രീയുടെ ശരീരം എടുത്ത പുരുഷന്മാരുമുണ്ട്, അവരിൽ പക്ഷേ ആർത്തവം നടക്കുന്നില്ല. ഈ ആർത്തവം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ഭാഗമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ സൃഷ്ടി നടത്തുന്നതിൻ്റെ കഴിവ്, ആ ഉത്തരവാദിത്വം സ്ത്രീകൾക്കാണ്. ഓക്കെ, അതിൻ്റെ പോസിറ്റീവില്ലായ്മയുണ്ട്, വേറെ വിഷയം. പക്ഷേ ആ തീവ്രതയോടെ പോകുമ്പോഴത്തേക്കും പല വിധത്തിലുള്ള ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്രം പറയുന്നത് അനുസരിച്ച് പലവിധ ഹോർമോൺ ചേഞ്ചസ് വരുന്നുണ്ട്. പക്ഷേ മനസ്സ് തീവ്രമായ അവസ്ഥകളിലൂടെ ആയിരിക്കും കടന്നു പോണത്. ആ മനസ്സ് തീവ്രമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ആ സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകൾ അതിന് ഫലമുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നിസ്സാരമായിട്ടൊരു കാര്യം പറയാം, ആർത്തവമായ സ്ത്രീകൾ ലോട്ടറി അടിക്കണമെന്ന് തീവ്രമായിട്ട് പൂർണ്ണ വിശ്വാസത്തോടെ ചിന്തിച്ചാൽ അടിക്കാനുള്ള സാധ്യത 99% ആണ്. അത്രത്തോളം പവറുണ്ട്. അതുകൊണ്ടാണല്ലോ മഹാഭാരതത്തിൽ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, രജസ്വലയായിരിക്കുന്ന ദ്രൗപദീനെയാണ്, പാഞ്ചാലിനെയാണ് ദുര്യോധനൻ്റെ ആജ്ഞപ്രകാരം ദുശാസനം വലിച്ചഴയ്ക്കുകയും വസ്ത്രാക്ഷേപം ചെയ്തപ്പോഴത്തേക്കും കൃഷ്ണ എന്ന് വിളിച്ച പാഞ്ചാലിക്ക് പെട്ടെന്ന് കൃഷ്ണൻ വസ്ത്രം എത്തിച്ചതിന് കാരണം ആ ഒറ്റ വിളിയുടെ തീവ്രതയാണ്. മനസ്സിലായി? അപ്പോൾ ആ സ്ത്രീത്വത്തിനെ രക്ഷിക്കേണ്ട ആ കടമ കൃഷ്ണനുണ്ടെന്ന്. എന്നാൽ നിൻ്റെ ഭർത്താവ് പറയട്ടെ എന്ന് പറഞ്ഞ് നിന്നില്ല. മനസ്സിലായ? ഉടനെ അനുഗ്രഹം കൃഷ്ണൻ്റെ എത്തുകയായിരുന്നു. ഇത് തന്നെ ഉദാഹരണമല്ലേ, നിങ്ങൾക്ക് ആ സമയത്ത് പോലും ദൈവത്തെ വിളിക്കാമെന്ന് പറയാണ്ട് പറഞ്ഞിരിക്കുകയാണ് വേദവ്യാസ മഹർഷി. അതേ സമയത്ത് ഇന്നത്തെ സമൂഹം എന്ത് പറയുമോ, ഇതാണ്. അമ്പലത്തിൽ പോകാൻ ഞാൻ പറയുന്നില്ല കേട്ടോ, പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഇത് ചെയ്യുക. സാധിക്കുമെങ്കിൽ ആയുർദേഹി ധനന്തേഹി വിദ്യാന്തേഹി മഹേശ്വരി സമസ്തമഖിലന്തേഹി ദേഹിമേ പരമേശ്വരി ചൊല്ലുക. പ്രത്യേകിച്ച് ഞാൻ പെൺകുട്ടികളുടെ കാര്യത്തിൽ പറയാറുണ്ട്. ഇതിലൊരു ഖേദകരമായ വസ്തുത, ഞാനും എൻ്റെ ഒരു ബന്ധുവും കൂടി തിരുപ്പതി പോയി. 87-88 അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്, ബന്ധു എന്ന് പറഞ്ഞാൽ അമ്മുമ്മയുടെ ആങ്ങളയായിരുന്നു, അച്ഛൻ്റെ അമ്മാവൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവ് അവിടെയുണ്ട്, തിരുപ്പതിയിലുണ്ട്. തിരുമലയല്ല, തിരുപ്പതിയിൽ. അപ്പോൾ അവരുടെ കുട്ടി 12-13 വയസ്സുള്ള കുട്ടി വർക്കിംഗ് സ്കൂളുള്ള ദിവസമായിട്ടും വീട്ടിലുണ്ട്. വീട്ടിൽ ഇതായിട്ടിരിക്കുമ്പോഴത്തേക്കും അടുക്കളയിൽ പാത്രം കഴുകുന്നൊക്കെ. അപ്പോൾ അമ്മാവൻ ചോദിച്ചു, എന്താണ് ഇവൾ ഇന്ന് സ്കൂളിൽ പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൾക്ക് പ്രായപൂർത്തിയായപ്പോൾ പിന്നെ ഇവളെ സ്കൂളിൽ വിടുന്നില്ല എന്ന് വെച്ചാൽ വിടുന്നില്ല ആ കുട്ടീനെ. അപ്പോൾ പിന്നെ പുള്ളിനെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനത്തെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. മനസ്സിലായി? ഇങ്ങനെയാകുമ്പോൾ അവരുടെ സുരക്ഷിതത്വം വെച്ചിട്ട് ഇത് ചെയ്യാത്തൊരു സമൂഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അവരുടെ ആ സുരക്ഷിതത്വവും അവരുടേതായ പ്രത്യേകതകളും പറഞ്ഞ് വളർത്തുകയും അതിൽ അഭിമാനം കൊള്ളുന്ന രീതിയിൽ പെൺകുട്ടികളെ വളർത്തുക. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ആ സമയത്ത് അച്ഛന്മാർ, പ്രത്യേകിച്ച് അച്ഛൻ മോളെ മാറ്റി നിർത്തരുത്. മോള് പ്രായപൂർത്തിയായി, ഇനി ഒന്ന് കെട്ടിപ്പിടിക്കാൻ പാടില്ല, അവളെ കൊണ്ട് നടക്കാൻ പാടില്ല എന്നുള്ളൊരു മനോഭാവം തീർച്ചയായിട്ടും അച്ഛന്മാരത് മാറ്റണം. കാര്യം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും നല്ല ബോയ് ഫ്രണ്ട് അച്ഛനായിരിക്കും. ഞാൻ കുറേ പേരോട് പറയാറുണ്ട്, കുറേ പേരോട് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കറിയാം, ഇങ്ങനെ പറയും, ചില ടെക്നിക്സ് പറഞ്ഞു കൊടുത്ത് പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഈ പീരീഡ്സ് ആകുമ്പോഴുള്ള വേദന. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ വേദന വരുമ്പോൾ അച്ഛനെ ഹഗ് ചെയ്യും, അമ്മേനെ ഹഗ് ചെയ്യും. അമ്മേനെ ഹഗ് ചെയ്യുമ്പോൾ പിന്നെ നീ കെട്ടിപ്പിടിക്കാൻ വരുമ്പോൾ എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണി എന്താന്ന് പറയും. അച്ഛനോട് പറഞ്ഞത് വിദേശത്തായിരുന്നു. അച്ഛനോട് പറഞ്ഞത് പോയി വന്നു കഴിയുമ്പോൾ മോളെ എങ്ങനെയുണ്ട്, സുഖമല്ലെന്ന് ചോദിച്ച് അവളെ ഇന്ന് ഹഗ് ചെയ്യാൻ പറഞ്ഞു. അതിൽ തന്നെ വേദന അലിഞ്ഞില്ലാണ്ടാവും. ഫിസിക്കലി ചിലപ്പോൾ വേദന കാണും, പക്ഷേ അവളുടെ മനസ്സ് ഇതാവും. പിന്നെ ചെറിയ ടെക്നിക്ക് പറഞ്ഞു കൊടുത്ത്, അവൾ ഇത് ചെയ്യാൻ ഒരു പ്രാണായാമ ടെക്നിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ആ കുട്ടിയുടെ വേദന കംപ്ലീറ്റ് മാറി. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ആ കുട്ടി.
ആ ഒരു അനുഭവമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രായപൂർത്തിയായി മെൻസസ് ആകുന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പെൺകുട്ടികളെ മാറ്റി നിർത്തരുത്. തീർച്ചയായിട്ടും ഈശ്വരീയനായിട്ട് ഇത് ചെയ്യണം. ചിലർ ആ സമയത്ത് അമ്പലത്തിലെ പ്രസാദമൊന്നും കൊടുക്കുകയില്ല. എന്താ കൊടുത്താൽ എന്ത് പറ്റി? ഈ പറയുന്ന ചെങ്ങന്നൂരമ്മ തൃപ്പൂർത്തേക്ക് കഴിഞ്ഞ ആഴ്ച ന്യൂസ് തൃപ്പൂത്തായി എന്ന് പറഞ്ഞു. ആ തൃപ്പൂത്താകുമ്പോഴുള്ള ചില പൂജാ പദ്ധതികളുണ്ട്, അതാകണം എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രസാദം ഇത് ചെയ്ത് വന്ന എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉച്ഛിഷ്ടമാണ് പ്രസാദം എന്ന് പറയണം. ഭഗവാന് നേദിച്ചതിൻ്റെ ഉച്ഛിഷ്ടമാണ് പ്രസാദം എന്ന് പറയണം. അതാ കുട്ടിക്ക് കൊടുത്താൽ എന്താ, അവിടെ നിന്ന് കിട്ടിയ ചന്ദനം മോൾക്ക് നല്ല ഇതാകണം, അവളുടെ ആരോഗ്യം നല്ല രീതിയിലാവണമെന്ന് പറഞ്ഞ് തൊട്ട് കൊടുത്താൽ എന്ത് പറ്റി? ഒന്നുമില്ല. അത് നമ്മളത് തെറ്റാണെന്ന് പറഞ്ഞ് സങ്കല്പം കൊടുത്താൽ അനുഭവം അതുപോലെ ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ ഈ വീഡിയോ കാണുന്ന ആരാണെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ പറയുന്നില്ല. ക്ഷേത്രത്തിൽ പോകരുത്. കാര്യം ക്ഷേത്രത്തിൽ രക്തം വീണ് കഴിഞ്ഞാൽ അവിടെ പുണ്യാഹം ചെയ്യണം, ശുദ്ധികലശം ചെയ്യണം. അത് ആർത്തവരക്തം മാത്രമല്ല, കാല് മുറിഞ്ഞ് രക്തം വീണാലും അത് തന്നെയാണ് അവസ്ഥ. അശുദ്ധി അതിലാണ് കാര്യം, അല്ല ആർത്തവത്തിലല്ല അശുദ്ധി, ആ രക്തത്തിലാണ് അശുദ്ധിയുള്ളത്. അത് പുരുഷന്മാർ കയ്യോ കാലോ മുറിഞ്ഞാലും ഇത് തന്നെയാണ് അവിടെ ശുദ്ധികലശം ചെയ്യണം. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ ആരാധിക്കാനായിട്ട് ആർത്തവം ഒരു തടസ്സമല്ല. പക്ഷേ യാത്രകൾ കുറയ്ക്കുക. പണ്ടത്തെ കാലത്ത് യാത്ര ചെയ്യാമായിരുന്നു, ഒരിടത്ത് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്ത് പറ്റി? 40 വർഷമായിട്ട് ആൾക്കാർ ആർത്തവ സമയത്തും ആ റെസ്റ്റ് എടുക്കാണ്ട് വന്നപ്പോഴത്തേക്കും ഗർഭപാത്രം ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് പുറത്ത് കളയേണ്ട അവസ്ഥയിലേക്ക് വന്നു. പണ്ടത്തെ ആൾക്കാർ അതിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ആർത്തവത്തെക്കുറിച്ച് ഇപ്പോൾ തിരുമേനിയോട് പറഞ്ഞപ്പോഴത്തേക്കും തിരുമേനി പറഞ്ഞ പുരാണങ്ങളൊന്നുമല്ല, അഷ്ടാംഗ ഹൃദയത്തിലാണ് ആർത്തവത്തെക്കുറിച്ച് പറയുന്നത്. ആ ഭാഗമെല്ലാം എന്നെ കാണിച്ചു തന്നിരുന്നു. ആർത്തവ സമയത്ത് എന്തൊക്കെ ചെയ്യണം, ചില ദിവസങ്ങളിൽ കുടിക്കാം, ചില ദിവസം കുളിക്കരുത്. അവരെ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നിടത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ്, അല്ലാണ്ട് അവരെ മാറ്റിയിരുത്തണമെന്നല്ല. ഇരിക്കുന്നിടത്ത് ഒരു ശാരീരിക അധ്വാനം ഇല്ലാണ്ട് ആ ബ്ലഡ് ഫ്ലോയ്ക്കുള്ള ഇത് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഇത് തന്നെ ഒരു മുറിവ് പറ്റി ബ്ലഡ് ഫ്ലോ ആണെങ്കിൽ എന്ത് പറ്റും? കൈകാലനക്കാണ്ടിരിക്കാൻ പറയും അല്ലേ? അതല്ലേ ചെയ്യണത്? അത് തന്നെയാണെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അതെന്താണെന്ന് മനസ്സിലാക്കാണ്ട് അതൊരു അശുദ്ധിയായിട്ട് കണ്ട് നമ്മുടെ സമൂഹം, അതാണ് തെറ്റ്. അതുകൊണ്ട് ആർത്തവ സമയത്ത് തീർച്ചയായിട്ടും മുട്ടിപ്പായിട്ട് ദേവതേനെ വിളിക്കുക, അനുഗ്രഹം ഇമ്മീഡിയറ്റായിട്ട് കിട്ടും, ഒരു സംശയമില്ല. ആരൊക്കെ ഇതിൻ്റെ താഴെ വന്ന് എന്തൊക്കെ കമൻ്റ് ഇട്ടാലും എനിക്ക് അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് പറയുന്നത്. പല ആൾക്കാരും അതിൽ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ഷേത്രത്തിൽ പോകാൻ അതിനോടൊന്നും അനുകൂലിക്കുന്നില്ല. പ്രാർത്ഥിക്കാം, ഒരു സംശയമില്ല. അതെ സാർ, ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് സാർ. സാർ പറഞ്ഞല്ലോ ചില യോഗ പ്രാണായാമ വിധികളുണ്ട് പീരിയഡ്സ് ആയവർക്ക് ആ വേദന ഒന്ന് ശമിക്കാൻ വേണ്ടിയിട്ടും പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് അത് ഹെൽപ്പ് ആവും എന്നുള്ളത്. അത് നമുക്ക് പബ്ലിക്കലി നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ? പറയാം. ഈ ഇതുണ്ടല്ലോ പൊക്കിൾ, തള്ളവിരൽ പൊക്കിളിൽ ഇങ്ങനെ ഇത് ചെയ്യുക, എന്നിട്ട് കൈ ഇങ്ങനെ കംപ്ലീറ്റ് വയറിൽ പൊത്തുക. കൈ ഇങ്ങനെ വെച്ചിട്ടാണോ? അല്ലല്ല, ഇങ്ങനെ ഇത് പൊക്കിളി വരണം. ഈ തള്ളവിരൽ ഇങ്ങനെ പൊക്കിളി വരുമ്പോഴത്തേക്കും കൈ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഇരിക്കും അല്ലേ? എന്നിട്ട് നമ്മൾ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിച്ച് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും ഇതല്ലെങ്കിൽ ഒരു 2-3 പീരീഡ്സ് കഴിയുമ്പോൾ വേദന കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അത്ര സിമ്പിൾ ടെക്നിക്കാണ്. ഈ പറഞ്ഞ കുട്ടി ഇത് വന്നിട്ട് ഇങ്ങനെ വില്ല് പോലെ വളഞ്ഞിരിക്കുകയായിരുന്നു എന്ന് പേരൻസ് പറഞ്ഞു. ഒരു ദിവസം എന്നെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു. ഞാൻ പറഞ്ഞു, മോളെ ഇത് ഞാൻ സങ്കല്പവും കൊടുത്തു, അത് കറക്റ്റായി. ആ സമയത്ത് ഇങ്ങനെ ചെയ്താൽ ശരിയാകണമെന്ന് ഒരു പക്ഷേ സങ്കല്പമുണ്ട്. 2 ആ കുട്ടി വിശ്വാസത്തോടെ ചെയ്തു. പക്ഷേ ഇത് മാറി. ഇപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പോൾ വിദേശത്തായിരുന്നു, ഇപ്പോൾ എറണാകുളത്ത് ഒരു പ്രശസ്തമായ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുക. വളരെ സന്തോഷം സാർ. ഏറ്റവും വലിയൊരു അറിവായിരിക്കും അത്. വളരെ ചെറിയൊരു ടെക്നിക്കാണ്. അതിൽ നമ്മുടെ സങ്കല്പ എനിക്കിതിൻ്റെ തീവ്രത അറിയാം. കാര്യം എൻ്റെ സഹോദരിക്കും ഇതുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും നമുക്കിത് അറിയില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ കാര്യം അറിഞ്ഞപ്പോൾ 4-5 വർഷം മുമ്പ്, തേടയൊക്കെ എടുക്കുന്നതിന് മുമ്പാണ്, തൃശ്ശൂരുള്ളപ്പോഴാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ആ സമയത്ത് അവൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു. ഇത് തീർച്ചയായിട്ടും പെൺകുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ഈ തള്ളവിരലിൽ ഇത് ചെയ്തിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ പൊത്തിയിട്ട് ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുക. അതാകുന്ന സമയത്ത് എത്രയോളം ഇരിക്കുക, 10 മിനിറ്റോ 15 മിനിറ്റ്, സമയം നോക്കണ്ട. നമ്മുടെ കംഫർട്ടബിളാണ് എന്ത് കാര്യത്തിനും, നമ്മളുടെ കംഫർട്ടബിളായിട്ടുള്ള കാര്യം. പിന്നെ ഇത് പീരീഡ്സ് ആകുന്നതല്ല, അതിന് മുമ്പ് തന്നെ ചെയ്യുക. പറ്റുമെങ്കിൽ ഡെയിലി ഇത് ചെയ്യാൻ പറയുക. പീരീഡ്സ് ഇതുണ്ടല്ലോ, അല്ലാണ്ട് ആകുമ്പോൾ ചെയ്യുകയല്ല, അതിനു മുമ്പ് ഇതറിഞ്ഞപ്പോൾ തൊട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇത് ശരിയാവും. വലിയൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ എല്ലാവരും അതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ആ കുട്ടി തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതെ, പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ അല്ലേ സർ? അതെ. നന്ദി, നമസ്കാരം. നമസ്കാരം.